താൻ ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഓഫീസിൽ പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. താൻ കല്യാണം കഴിഞ്ഞ മോടിക്ക് ഇവിടെങ്ങാനും ചുരുണ്ടൂടി കിടക്കാന്നാ കരുതിയേ. തന്റെ ശ്രീമതി ഇവിടെ അടുത്തുണ്ട്, ഒരു ചായ തന്നു. പിന്നെ ഞാനൊരു പൊതി ശ്രീമതി ഏൽപ്പിച്ചിട്ടുണ്ട്, കല്യാണപ്പൊതി. താൻ വന്ന ശേഷമേ തുറക്കാവൂന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. അപ്പൊ ഞാനങ്ങോട്ട് വരുന്നില്ല, ഇനി വരുമ്പോ കൂടാം. ഓക്കെ ഉണ്ടല്ലോ. ഹലോ. അവനെപ്പോ വന്നു? കുറച്ചു നേരമായോ? അവസരപ്പോ അവിടെ വെളിയിൽ പോയോ? എന്തിനാ? നിന്നോട് പറയാതെയാണോ പോയത്? ശരി. ചേട്ടന് ഫ്രണ്ട് കൊണ്ടുവന്നതാ. ചേട്ടൻ വന്നിട്ട് പൊട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്താ അത് നോക്കാല്ലേ? ഞാനില്ലാത്തപ്പോ ആര് വന്നാലും പിടിച്ചിട്ട് സൽക്കരിക്കൊന്നും വേണ്ട. ഞാൻ രാവിലെ ഒരു ചായ വേണം. മേനോൻ ഇവിടെ വന്നിരുന്നു അല്ലേ? ആ വന്നിരുന്നു. എന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ മറന്നുപോയതാ. അതെന്താ അങ്ങനെ ഒരു മറവി? നീ രാവിലെ ഇവിടെ പോയിരുന്നു? ബാങ്കിൽ സാറ് പറഞ്ഞിട്ടല്ലേ. ഞാനിവിടെ ഇല്ലാത്ത പെണ്ണിനെ എങ്ങും പോണ്ട. ഔസേപ്പനോട് എന്താ പറഞ്ഞത്? ചേട്ടനെന്ന് സംശയമാണല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നത്? മനസ്സിൽ കുറ്റബോധം കാണല്ലേ? ഹലോ ഹലോ ഹലോ, ആർക്കാണ് രാത്രി ഇത്ര അസുഖം? ഹലോ, നോ, റോങ് നമ്പർ. ഇതൊരു വിചിത്രമായ ഫോണാണല്ലോ. ഞാനെടുത്താൽ മാത്രം അനക്കമില്ല. Yes, I can make the management agree. It is not impossible, but a bit difficult, that's all. I know that. Yeah, we are meeting on the 15th. Yeah. That's no problem at all. Yes, I will see to it. Yes, okay. എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ? കൈകോട് എന്താ കാര്യം? ഇന്ന് രാത്രി ഞാനെല്ലാം പറഞ്ഞത്. നമ്മുടെ സർവ്വങ്ങൾ കേട്ടണ തന്റെ കല്യാണത്തിന്റെ എല്ലാ വിവരങ്ങളും പറഞ്ഞത്. നല്ല കാര്യമാ തമ്പി താൻ ചെയ്തത്.
വലിയ മനസ്സുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സരോജിനി അമ്മയിൽ ഒരു മാറ്റം. അവര് പറയാ ആരുമില്ലാതെ അവിടെ വന്ന് പെട്ടുപോകുന്ന പെൺകുട്ടികളെ ഇതുപോലെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്ന്. ചുരുക്കം പറഞ്ഞ എന്റെ വയറ്റിലടിച്ചെന്നർത്ഥം. കുട്ടിച്ചാണ്ടി ജാഥ ഉണ്ടായിരുന്ന സ്ഥലമാണ്. താനാരാ? സ്വാമി വിവേകാനന്ദനോ? സരോജിനിയും പോലെ ഇങ്ങനെ വാഴാന്ന് വെച്ചാൽ ഈ അഴുക്കുചാലിപ്പെട്ടുപോയ പെൺകുട്ടിക്ക് പുതിയ ജീവിതം വാഗ്ദാനം ചെയ്യുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരിൽ 1-2 പേരെങ്കിലും തന്നെ വന്ന് കാണും. അവർക്കൊരിക്കലും ആകാൻ കഴിയാത്ത അവരുടെ നായകനെ ഒന്ന് നേരിൽ കാണാൻ. പിന്നെ ശേഷം കഥയും കൂടെ കിട്ടിയാൽ കുത്തിക്കുടിച്ച് കാശാക്കാമല്ലോ. മതിയുടെ ലാത്തി കുടിക്കാൻ എന്താ വേട്ടെ? വിഷമല്ലാത്ത എന്നും കുടിക്കും. തനിക്കറിയാമോ, എനിക്കും നമ്മുടെ സ്റ്റെല്ലയ്ക്കും തമ്മിൽ ഇങ്ങനെ ബന്ധം തുടങ്ങിയതാ. ഞാൻ ഇങ്ങോട്ടോട് ഞങ്ങൾ മാറി. കാരണം മറ്റൊന്നുമില്ല, നമുക്കിത് മനസ്സിലാകും. നമുക്കുണ്ടാകുന്ന കുട്ടികൾക്കിത് മനസ്സിലായില്ലെങ്കിലോ? അവർ വലുതാവുമ്പോ മാറി നിന്ന് ആര് ചോദ്യം ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോവില്ലേ? അവസാനം വരെ മുന്നിൽ തന്നെ ഓടേണ്ട കുതിരകളല്ലേ നാമെല്ലാം. മക്കളുടെ മുമ്പിൽ തോറ്റ് തുന്നം പാടി തളർന്ന് കാലും മുടന്തി അനങ്ങാൻ കഴിയാത്ത സ്ഥിതിയെപ്പറ്റി ചിന്തിക്കാൻ നോക്കൂ. വരുന്നവരോടും പോകുന്നവരോടൊക്കെ നിങ്ങൾ എന്തിനായി ചരിത്രം കൊട്ടിഘോഷിക്കുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കാനോ അതോ അവളോട് ഇല്ലാത്തതുകൊണ്ടുള്ള നഷ്ടം കൊണ്ടോ? സാർ എന്താ ഈ പറയുന്നത്? അല്ലെങ്കിലും മൊത്ത കച്ചവടത്തിലല്ലോ ലാഭം അല്ലേ? 10,000 കൊണ്ടുണ്ടാക്കാമെന്ന് കണക്ക് കൂട്ടി കാണും. കൊച്ചമ്മയ്ക്കൊരു മയക്കം പോലെ വന്ന് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ക്ഷീണം തോന്നി. അപ്പുറത്ത് മേനോൻ സാർ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് പറഞ്ഞു. മേനോൻ സാർ വന്ന് കൊച്ചമ്മ നളിനി ഡോക്ടറെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കുക. സാറ് വന്നാൽ ഉടനെ അങ്ങോട്ട് ചെല്ലാൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. ചെലവീയണം. ഗായത്രി അമ്മ ഒന്ന് അകത്ത് പോയാട്ടെ. ഞങ്ങൾ പുരുഷന്മാർക്ക് അല്പം ഒന്ന് സംസാരിക്കാനുണ്ട്. സ്കോർ ചെയ്തിരിക്കുന്നു കേട്ടോ. സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ഓഫീസിൽ വിളിച്ചിരുന്നു. തമ്പി പുറത്തു പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അതാ ഔസേപ്പിനെ ഇവിടെ നിർത്തിട്ട് പോയത്. സൗദാമിയെ നോക്കി ഡോക്ടർ നളിനിയാ കാണിച്ചത്. എനിക്ക് ബാങ്കിൽ പോകണം. ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗ്യാപ്പിന് വീട്ടിൽ ചെന്നപ്പോഴല്ലേ സംഭവം. ഇനി ഇങ്ങനെ കുതിര കളിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല. 10 മാസം കഴിയുമ്പോഴേ ഒരു പാർട്ടിയെ പുറത്തേ ആടും. തന്റെ കളിയൊക്കെ തീർന്നു കിട്ടും. അനുഭവിച്ചോ? ഞാൻ വരട്ടെ. സരോജിനി അമ്മയുടെ കുടുംബത്തിൽ നിന്നായാലെന്താ? നല്ല ഉരുപ്പടി. ഔസേപ്പേ, ഓ നമ്പ്യാരെവിടെ? ഇവിടെ ഉണ്ടായിരുന്നു സാർ. ക്ലാസ് എവിടെ? ഞങ്ങൾക്ക് ഇന്ന് വേണ്ട സാർ. ക്ലാസ് ഒഴികെ. നമ്പ്യാരെ, എന്റെ അച്ഛൻ മരിച്ച ദിവസം നമ്മൾ ഒരുമിച്ച് കുടിച്ചു. ഇന്ന് ഞാനൊരു അച്ഛനാകാൻ പോകുന്നു എന്നറിഞ്ഞ ദിവസമാണ്. നമുക്ക് ഒരുമിച്ച് ആഘോഷിച്ചു കളയാം. വലിയ മനസ്സുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്റെ അച്ഛനും വലിയവനായിരുന്നു. അമ്മയെ ചവിട്ടിക്കൊന്നിട്ട് അമ്പലങ്ങളും പള്ളികളും കയറി നടന്നു പുണ്യം വിലയ്ക്ക് വാങ്ങാൻ. 100, 500, 1001 രൂപയ്ക്ക് അച്ഛൻ വാങ്ങിയ പുണ്യം തന്നാണ് ഞാൻ വളർന്നത്. ഞാനും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പരിഹാരമായി 10,001 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ പുണ്യമാണ് എന്റെ ഭാര്യ ഗായത്രി ദേവി.